നിങ്ങൾക്കറിയുന്നത് പോലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ തൊഴിലാളികൾക്ക് നേരെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലിയും തൊഴിലെടുക്കുന്നിടത്ത് സുരക്ഷിതത്വവും ഒക്കെ വേണം എന്ന വളരെ മിതമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടന്ന തൊഴിലാളി സമരം. ആ തൊഴിലാളി സമരത്തെ അതിഹീനമായിട്ടാണ് ഡൽഹി UP പോലീസുകൾ അടിച്ചമർത്താൻ ശ്രമിച്ചത്. വനിതാ തൊഴിലാളികളെ പുരുഷ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചവശരാക്കുന്ന പോലുള്ള സാഹചര്യമുണ്ടായി. 400ഓളം തൊഴിലാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുകയാണ്. അതിന് പുറമെ തൊഴിലാളി നേതാക്കന്മാരെ ഇവർ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിന്ന് രാവിലെ വരുമ്പോൾ റാം സ്വരത് CITUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തു എന്നുള്ള ഒരു വിവരവുമില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നറിയാം, എവിടെയാണ് എന്നുള്ളത് അറിഞ്ഞില്ല. ജയിലിൽ അദ്ദേഹം എത്തിയിട്ടില്ല. അതുപോലെ തന്നെ CITUവിൻ്റെ നേതാവ് ഗംഗേശ്വർ, അദ്ദേഹം വീട്ടു തടങ്കലിലായി. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ UP അതിർത്തിയിൽ നോയിഡയിലേക്ക് വരുന്ന വഴിക്ക് വെച്ച് ഞങ്ങളെ തടഞ്ഞു നിർത്തിയപ്പോൾ അവിടെ വെച്ച് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങളിത് പറഞ്ഞു. അപ്പോൾ ഇല്ല, വീട്ടു തടങ്കലിലൊന്നുമല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം സുരക്ഷിതമായിട്ടുണ്ട്, വീട്ടിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞു. വീട്ടു തടങ്കലല്ലേ, പിന്നെ അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ എന്തിനാണ് നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്? സെൽഫോൺ എടുത്തുകൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മെണ്ടാട്ടമില്ല. ഈ ഞങ്ങളുടെ ജില്ലാ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നാണ് ഇവിടെ കളക്ടറിന് പറയുന്നത്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ കാണാൻ ബാക്കി എന്താണ് മേധാരൂപം, അവരെ കാണാൻ വേണ്ടിയിട്ട് ചോദിച്ചിരുന്നു ഇന്നലെ തന്നെ. സഖാവ് ശിവദാസിൻ്റെ അടുത്ത് മേധായുടെ ടെലിഫോൺ നമ്പറുണ്ട്. യഥാർത്ഥത്തിൽ സഖാവ് ശിവദാസിനെ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്, നമ്പർ കണ്ടുപിടിച്ചിട്ട്. നിങ്ങളിങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടോ, എങ്കിൽ എവിടെയാണെന്ന് അറിയണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നോയിഡയിലേക്ക് പ്രവേശിക്കുന്ന അതിർത്തിയിൽ വെച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, നിങ്ങൾ തിരിച്ചു പോകണം, ഇവിടെ ഗുരുതരമായ അവസ്ഥയാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് അനുമതി നിഷേധിച്ചു. ആർക്കൊക്കെയാണ് നിഷേധിച്ചത്? പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് അരുണും ഞാനുമുണ്ട്. മറ്റേ പോളിറ്റ് ബ്യൂറോ അംഗവും ലോക്സഭാ അംഗവുമായിട്ടുള്ള സഖാവ് അമരാറാമുണ്ട്. രാജ്യസഭാ അംഗങ്ങളായിട്ടുള്ള സഖാവ് ശിവദാസനും സഖാവ് റഹീമും ഉണ്ട്. പിന്നെ പാർട്ടിയുടെ ഡൽഹി സ്റ്റേറ്റ് സെക്രട്ടറി അനുരാഗുണ്ട്. പിന്നീട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, നിങ്ങളെ കടത്തിവിടില്ല എന്ന് പറഞ്ഞു. അവിടെ ഞങ്ങളെ തടഞ്ഞു. റോഡിൻ്റെ ഒരു അരിയിലേക്ക് ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടാണ് ഇത് പറഞ്ഞത്, നിങ്ങൾ കണ്ടതാണ്. ഞങ്ങളെ പോകാൻ അനുവദിക്കുകയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് റോഡിൻ്റെ സൈഡിൽ ഗതാഗത തടസ്സമൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ ഞങ്ങളിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് അഡീഷണൽ കമ്മീഷണർ എന്ന് പറയുന്ന ഒരു മഹതി ഞങ്ങളുടെ ഇപ്പോഴും ഉണ്ട്. അവർ വന്നിട്ട് പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, DM-ഉം കമ്മീഷണറും നിങ്ങളോട് സംസാരിക്കും, നിങ്ങളെ കാണും, അവർ വെയിറ്റ് ചെയ്യുകയാണ്, അവിടേക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ മുമ്പിൽ ഞങ്ങളുടെ പോലീസ് വാഹനം വഴി കാണിക്കാൻ വേണ്ടി വരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് വരാമല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ ഒരു പോലീസ് ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്, ഇവരുടെ ഓഫീസിലേക്കല്ല. അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇവിടുത്തെ ഡൽഹിയിലുള്ള UPയിലുള്ള പോലീസ് IPS ഓഫീസർമാരും IAS ഓഫീസർമാരും തട്ടിപ്പ് വിവരം കൂടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അവിടെ വെച്ച്. അപ്പോഴാണ് പിന്നെ സഖാവ് ശിവദാസ് ഈ DM-ഉമായിട്ട് ബന്ധപ്പെടുന്നതും DM ശിവദാസിനെ വിളിക്കുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പിന്നെ എൻ്റെ ക്യാമ്പ് ഓഫീസിലേക്ക് വരും, അത് നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം, ഇവിടേക്ക് വരൂ, ഇവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നു. ഇവിടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്, മണിക്കൂറുകൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ജൂനിയർ ഓഫീസേഴ്സിനെ വിടുകയാണ്. അവർ വന്നിട്ട് പറയുകയാണ്, മാഡത്തിന് വളരെ ജോലി തിരക്കാണ്, എന്താണെന്ന് പറയാനുള്ള നിവേദനമുണ്ട്, ഞങ്ങളെ കയ്യിൽ തന്നിട്ട് പോകും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇങ്ങനെ കബളിപ്പിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ അവിടേക്ക് വരൂ ഇവിടേക്ക് വരൂ എന്നെല്ലാം പറഞ്ഞ്, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇത് യഥാർത്ഥത്തിലൊരു പ്രിവിലേജ് പ്രശ്നമാണ്. രാജ്യസഭാംഗമായിട്ടുള്ള സഖാവ് ശിവദാസിനോട് പറയുകയാണ്, എൻ്റെ ക്യാമ്പ് ഓഫീസിൽ വന്നാൽ കാണാമെന്ന്. അങ്ങനെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് കാണാതിരിക്കുന്ന ഒരു ജനപ്രതിനിധിയോട് എന്ന് പറഞ്ഞാൽ അത് പ്രിവിലേജ് ക്വസ്റ്റ്യനാണ്. അത് സഖാവ് ശിവദാസൻ അത് ഉന്നയിച്ചിട്ട് രാജ്യസഭയിൽ ഉന്നയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനേക്കാൾ പ്രധാനം, ഞങ്ങളുടെ ഈ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരുന്ന ഡൽഹി CITUവിലെ 2 പ്രധാന നേതാക്കന്മാർ, ഡൽഹി CITUവിൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് PV അനിയൻ,
ഡൽഹി CITUവിൻ്റെ പ്രസിഡന്റ് സഖാ വീരേന്ദ്ര ഗൗഡ്. ഇവർ രണ്ടുപേരെ ഞങ്ങളവരെ കാണേണ്ടതാണ്. ഒരു സ്ഥലത്ത് വെച്ച് അവർ കമ്മീഷണർ ഓഫീസിൽ അല്ലേ വെയിറ്റ് ചെയ്തത്, അതോ DMന്റെ ഓഫീസിലാണോ? അവരവിടെ വെയിറ്റ് ചെയ്യാണ്. അവരവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി. അപ്പം ഞങ്ങൾ അവരുടെ വേറെ ബൂട്ട്സ് ചോദിക്കുമ്പോൾ എവിടെയാണ് അനിയൻ CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ഒരു വിവരവുമില്ല. അവസാനം ഞങ്ങൾക്ക് തന്നെ ചില സോഴ്സിൽ നിന്ന് വിവരം കിട്ടി ഇവരെ അറസ്റ്റ് ചെയ്തൊരു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ വരുന്നവരെ. 2 ദിവസം മുമ്പ് സഖാ വിളംബരം കരീമും സഖാ സുദീപും ഇവിടെ വന്നു. CITUവിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ പ്രസിഡന്റും DMനെ കാണാൻ ആവശ്യപ്പെട്ടു. ഇവർ രണ്ടും CITUവിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാരെന്നുള്ള നിലയിൽ തന്നെ ഒരു ജില്ലാ കളക്ടറെ കാണാൻ അവകാശമുള്ളവരാണ്. അതിന് പുറമെ സഖാ വിളംബരം കരീം മുൻ മന്ത്രിയും മുൻ രാജ്യസഭാ അംഗവുമാണ്. കാണാൻ തയ്യാറായി 2 ദിവസം മുമ്പ്. അപ്പം ജനപ്രതിനിധികളെ കാണാൻ തയ്യാറില്ലാത്ത ഒരു ജില്ലാ ഭരണകൂടമാണ് ഇവിടുള്ളത്. ആ ഭരണകൂടമാകട്ടെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് നേരെ ഏറ്റവും നിഷേധാത്മകമായ സമീപനം എടുക്കുന്നു. തൊഴിലാളികളെ അടിച്ചൊതുക്കാമെന്ന് കരുതുന്നു. അത് സാധ്യമല്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ്. സമാജ്വാദി പാർട്ടിയുടെ നേതാക്കളെയും ദില്ലി പോലീസ് അതിർത്തിയിൽ വെച്ച് തടഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പം നിങ്ങൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട ചില മീറ്റിങ്ങുകൾ പങ്കെടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ജനപ്രതിനിധികളും പിന്നെ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ചുമതലയിൽ വഹിക്കുന്നവരും വരുമ്പോൾ നേരിട്ട് കണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഒരു കളക്ടർ പിന്നെ ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ കാണാൻ തയ്യാറല്ല, 3 പാർലമെന്റ് അംഗങ്ങൾ വന്നാൽ കാണാൻ തയ്യാറല്ല എന്നുള്ളത്. അപ്പം ഉത്തർപ്രദേശിലേക്ക് രാഷ്ട്രീയ സ്ഥിതി എന്താണെന്നുള്ളത് പിന്നെ കേരളം പോലുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കൂടിയുള്ളൊരു അവസരമാണ്. ഈ തൊഴിലാളികളെ നേതാക്കൾ കണ്ടാൽ ഈ തൊഴിലാളി സമരം ശക്തി ആർജിക്കുമോ എന്നുള്ളൊരു ഭയമാണ് ഇത്തരത്തിൽ. അവരെ ഭരിക്കുന്ന ഭയം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒരു ജനാധിപത്യ പ്രസ്ഥാനവും ഒരു തൊഴിലാളി പ്രസ്ഥാനവും രൂപപ്പെടുന്നത് അവരംഗീകരിക്കുന്നില്ല. തൊഴിലാളികൾക്ക് പിച്ചക്കാശ് കൊടുത്ത് അവരെ പട്ടിണി കിടത്തി പണിയെടുപ്പിക്കുക എന്നുള്ളൊരു സമീപനമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 12 രാജ്യവ്യാപകമായ പണിമുടക്ക് നടന്നു തൊഴിലാളികളുടെ. എന്തായിരുന്നു ആവശ്യം? തൊഴിലാളികളെ അടിമകളാക്കി മാറ്റുന്ന ലേബർ കോഡ് ഈ ഏപ്രിൽ 1 മുതൽ നടപ്പാക്കാൻ പോകുന്നു. അതിനെതിരായിട്ടാണ് ഫെബ്രുവരി 12 പണിമുടക്ക് നടന്നത്. മാർച്ച് 24 CPIMന്റെ നേതൃത്വത്തിൽ ജനാക്രോശ് റാലി നടന്നു രാംലീല മൈതാനി. ആ ജനാക്രോശ് റാലിയിലെയും ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം പിന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നു, ഈ ലേബർ കോഡുകൾ നടപ്പാക്കിക്കൊണ്ട് തൊഴിലാളികളെ അടിമകളാക്കി മാറ്റുന്നു. ഇപ്പം ഡൽഹിയിലും പരിസര പ്രദേശത്തിലും തൊഴിലാളികളുടെ അനുഭവം, നമ്മൾ ചൂണ്ടിക്കാണിച്ച, നമ്മൾ ആശങ്കപ്പെട്ട കാര്യങ്ങൾ, തൊഴിലാളികൾക്ക് എതിരായിട്ടുള്ള നടപടികൾ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൽ നിന്നും, യോഗി ആദിത്യനാഥ് ഗവൺമെൻറ്റിൽ നിന്നും, ഹരിയാന ഗവൺമെൻറ്റിൽ നിന്നും, ഡൽഹിയിലെ BJP ഗവൺമെൻറ്റിൽ നിന്നുമെല്ലാം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അല്ല, എന്താണ് ജില്ലാ ഭരണകൂടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള അറിയട്ടെ. ഒരു ഭരണാധികാരികൾ ജനങ്ങളുടെയും തൊഴിലാളികളുടെയൊക്കെ സംഘടനകളോടും അതിൻ്റെ പ്രതിനിധികളോടും പുലർത്തേണ്ട ഒരു ജനാധിപത്യ മര്യാദയുണ്ട്. ആ ജനാധിപത്യ മര്യാദ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഞങ്ങളുടെ ഈ സമരം അവസാനിക്കും.